കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായൊരു അമ്പലമാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. ആ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠാദിന കർമ്മങ്ങളും അതോടൊപ്പം ഒരു മഹോത്സവം പോലെ ഒരു പൂരോത്സവമൊക്കെ രീതിയിലൊരു പരിപാടി നടക്കാൻ പോവുകയാണ്. ഇന്ന് തൊട്ട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോട് കൂടെ ആരംഭിച്ച് നാളെ പൂരത്തിൻ്റെ ദിനങ്ങളാണ്. പൂരത്തിൻ്റെ പരിപാടികൾ തുടങ്ങുകയാണ്. എല്ലാം കൊണ്ടും വലിയൊരു പരിപാടിയാണ് മാമാനത്ത് നടക്കുന്നത്. എന്തായാലും മാമാനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണതിൽ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. മാമാനിക്കുന്ന് ഇന്ന് തൊട്ടാണ് സപ്താഹ യജ്ഞം, അതുപോലെ തന്നെ നാളെ തൊട്ട് പൂര മഹോത്സവം എന്ന നിലയിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രീ മഹാദേവി നമ. വളരെ പ്രസിദ്ധമായ ഈ മാമാനിക്കുന്ന് ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഈ പൂരത്തോടനുബന്ധിച്ച് പൂരത്തിന് തലേ ദിവസം തീരാൻ തക്കവണ്ണാണ്. കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി നടത്തുന്ന ഒരു യജ്ഞമാണ് ഭാഗവത സപ്താഹം. ഭഗവാന്റെ നാമസങ്കീർത്തനം, നാമജപത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലമാണ് കലിയുഗം. കാരണം മറ്റ് ഉപാസനകളൊന്നും കലിയുഗത്തിൽ നമുക്ക് വേണ്ടതുപോലെ ശുദ്ധിയോടെ ഭക്തിയോടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഈ കലിയുഗത്തിൽ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ഭാഗവത ധർമ്മം, മനുഷ്യ ജന്മത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന ഭാഗവത ധർമ്മം നമുക്ക് ഈ കലിയുഗത്തിൽ ഇന്നത്തെ അവസ്ഥയ്ക്കും രീതിക്കും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഈശ്വരോപാസനകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അതിന് 7 ദിവസങ്ങളിലായി പാരായണത്തിൽ കൂടിയും പ്രഭാഷണത്തിൽ കൂടിയും അതോടനുബന്ധിച്ച് പലതരത്തിലുള്ള യജ്ഞവിധിയിലെ പൂജാകർമ്മങ്ങളിൽ കൂടിയിട്ടും ഭക്തന്മാർക്ക് അനുഭവിക്കാനുള്ള 7 ദിവസങ്ങളാണ്. ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഒരു തുടക്കം ഭാഗവത മാഹാത്മ്യം എന്ന് പറഞ്ഞ് നാളെ മുതൽ നടക്കുന്ന യജ്ഞത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് നാളെ മുതൽ സപ്താഹം 7 അഹസ്സുകൾ 7 പകലുകളായിട്ട് രാവിലെ മുതൽ ഉദയം മുതൽ അസ്തമനം വരെ ആയിട്ടാണ് ഈ യജ്ഞം നടക്കുന്നത്. പിന്നെ ഈ ഒരു മഹാക്ഷേത്രത്തെ സംബന്ധിച്ച് ഭഗവതിയുടെ വളരെ ചൈതന്യമുള്ള ഒരു പുണ്യഭൂമിയാണ് ഈ മാമാനിക്കുന്ന്. ദേവീ സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ ഭാരതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അമ്മ, മാതൃസങ്കല്പം, മാതാ, പിതാ, ഗുരു, ദൈവം. അപ്പോൾ മാതാവിന് തന്നെയാണ് ആദ്യത്തെ പ്രാധാന്യം. അപ്പോൾ ജഗത്തിൻ്റെ മുഴുവൻ ജനനിയായിട്ടുള്ള ഈ അമ്മയുടെ മുൻപിൽ പൂരോത്സവം കൂടി നടക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ പൂരോത്സവം എന്ന് പറയുമ്പോൾ കാമദേവനെ പൂജിക്കുന്ന, ഇല്ലെങ്കിൽ ഒരു കാലത്ത് ദാമ്പത്യ ജീവിതത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് ഉപാസന ചെയ്തൊരു കാലമാണ് പൂരോത്സവം. എല്ലാ ക്ഷേത്രങ്ങളിലും പൂരംകുളിയും പൂരക്കളിയും മറത്തുകളിയും അത്തരത്തിലുള്ളതായ പണ്ഡിത സദസ്സുകളും അതുപോലെ ഈശ്വരോപാസനകളും നടക്കുന്ന ഒരു സമയം കൂടിയാണ് പൂരോത്സവം. ആ ഒരു പൂരോത്സവവും ഇവിടെ ക്ഷേത്രത്തിൽ അതിൻ്റേതായ ചടങ്ങുകളോടെ പ്രാധാന്യത്തോടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഭാഗവത സപ്താഹ യജ്ഞവും ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് എല്ലാ തരത്തിലും ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഈ യജ്ഞത്തിൽ പങ്കെടുക്കാം, ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമം ജപിക്കുക, ഇവിടുത്തെ പൂജാതി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വരാത്ത ആൾക്കാരൊക്കെ ചുരുക്കം മാത്രമായിരിക്കും. എല്ലാവരും ഈ അമ്പലത്തിൽ വന്നതായിരിക്കും. അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിപാടിയും ഒരു ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. തുടർച്ചയായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ പൂരം തുടങ്ങുകയായി. ആ പൂരത്തിൻ്റെയും കൂടി പരിപാടികൾ എല്ലാം കൂടി ഒരുമിച്ച് നടത്താൻ പോവുകയാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും. ഉച്ചയ്ക്കും രാത്രിയുമായിട്ട് ഭക്ഷണം ഉണ്ടാവും. ആ ഭക്ഷണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ അച്ചാറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ആശ്രയിക്കാറുണ്ട്. എല്ലാം കൊണ്ടും ഇരിക്കൂറിൻ്റെ ഒരു നിലവാരം തന്നെ മാറ്റുന്ന രീതിയിൽ ഒരു മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രമുള്ളപ്പോൾ ഒരു എത്രയോ കേരളത്തിൽ നിന്നും പറയാൻ വേണമെങ്കിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിലേക്ക് ആൾ വരാറുണ്ട്. എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ ഒരു വലിയൊരു മഹോത്സവം തന്നെയാണ് നടക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്.